ശ്രീ സന്ദീപ് വാര്യർ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വീണ്ടും അറ്റാക്കാണ് ഉണ്ടായിട്ടുള്ളത്. ലക്ഷ്യം വളരെ വ്യക്തമാണ്. പോറ്റിയെ കയറ്റിയ എന്ന പാട്ട് മുഖ്യമന്ത്രി ഉദ്ധരിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ജനുവരി 1 ചരിത്രത്തിൽ ആ തരത്തിൽ കൂടി രേഖപ്പെടുത്തും. പോറ്റിയെ ആദ്യം കയറിയത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണെന്ന് പറയുമ്പോൾ കോൺഗ്രസിന് അത് വിശദീകരിക്കാൻ കഴിയുന്നുണ്ടോ? പോറ്റി മാത്രം എവിടെയോ വെച്ച് റെയിൽവേ സ്റ്റേഷനിലോ വിമാനത്താവളത്തിലോ വെച്ചിട്ട് ഒരു സെൽഫി എടുത്തതല്ല, സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ പോയതാണ്. പോറ്റി ഒറ്റയ്ക്കല്ല പോയത്, 2 MP മാത്രമല്ല, ഈ കളവ് സ്വർണം വാങ്ങിച്ച ഗോവർദ്ധനം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചത് കട്ടയാളും കളവ് മുതൽ വാങ്ങിയയാളും എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ പക്കലെത്തിയതെന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ നിമിഷം വരെ? ശൈബ്ലാഷ്, ഇന്നത്തെ ചർച്ച തുടങ്ങുന്ന സമയത്ത് തന്നെ CPM-ന്റെ ബഹുമാനായിട്ടുള്ള പ്രതിനിധി ശ്രീ M. പ്രകാശൻ അദ്ദേഹം വളരെ വയലന്റ് ആയിട്ടാണ് പ്രതികരിക്കുന്നത്. അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കാനല്ല, മറിച്ച് ഈ ചർച്ച നടത്തുന്നതിന്റെ ഉദ്ദേശം വിശദീകരിക്കാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായിട്ട് മാതൃഭൂമിക്ക് ഇടതുപക്ഷ വിരുദ്ധ സമീപനമാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പാവം ശ്രേയാംസ് കുമാറിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ വലിയ സങ്കടം ഉണ്ടാകും. മുന്നണിക്കകത്തുള്ളവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്. 10 വർഷം മുൻപാണ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് വേറെ മാധ്യമങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതല്ലേ? അല്ല, അതെനിക്കും പറയാമല്ലോ. അപ്പോൾ ശ്രേയാംസ് കുമാർ മുന്നണിക്ക് അകത്തിരിക്കുന്ന സമയത്ത് തന്നെ മാതൃഭൂമി ഇടതുപക്ഷ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നു എന്ന് CPM-ന്റെ പ്രതിനിധി പറയുമ്പോൾ അത് മുന്നണിക്കകത്തെ LDF-നകത്തുള്ള പുതിയ രാഷ്ട്രീയ വേർതിരിവുകളെക്കുറിച്ചും ഒക്കെ കൃത്യമായ സൂചന നൽകുന്നതാണ്. 1. 2, നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് മാതൃഭൂമിയുടെ പത്രാധിപരെ എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിക്കുന്ന സമീപനം ഉണ്ടായതും മാതൃഭൂമിക്കെതിരെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായതും മാതൃഭൂമി പത്രത്തിന് നേരെ തന്നെ എനിക്ക് തോന്നുന്നത് കായികമായിട്ടുള്ള അക്രമം വരെ CPM അഴിച്ചുവിട്ട ഒരു കാലഘട്ടമൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളാരും മറന്നിട്ടില്ല. പലപ്പോഴും കേരളം മുഴുവൻ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ പ്രകാശൻ മാസ്റ്റർ ഇന്നും വാസ്തവത്തിൽ ശ്രമിക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്നവരുടെ വായടപ്പിക്കാനാണ്. ചോദ്യം സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനെതിരെ ചോദ്യം വരില്ലേ? കാരണം ജയിലിൽ കിടക്കുന്ന മുഴുവൻ CPM-കാരാണ്. CPM-ന്റെ മുൻ MLA ജയിലിൽ കിടക്കുന്നു. CPM-ന്റെ നേതാക്കന്മാർ ഒന്നിനു പുറകെ ഒന്നായി ജാഥ പോലെ, കൊടിമര ജാഥ പോലെ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം വരുന്നത് CPM-ന് നേരെയായിരിക്കും, ഇടതുപക്ഷ സർക്കാരിന് നേരെയായിരിക്കും. നിങ്ങളാണ് 10 വർഷമായി ഭരിക്കുന്നത്, ദേവസ്വം നിങ്ങളുടെ കീഴിലാണ്, നിങ്ങളുടെ നേതാക്കന്മാരാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിട്ടിരുന്നിട്ടുള്ളത്, നിങ്ങളുടെ യൂണിയനിൽപ്പെട്ട ജീവനക്കാരാണ് ജയിലിൽ കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ദേവസ്വം മന്ത്രിയാണ് ചോദ്യം ചെയ്യപ്പെട്ടത്, മുൻ മന്ത്രിയാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. ഇതെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ ഇരിക്കെ CPM-നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നൊരു സമീപനം സ്വീകരിച്ചാൽ അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട്. ആ വിരട്ടലും വിലപേശലും ഒന്നും ഇനി കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എടുക്കണ്ട എന്നാണ് CPM-നോട് വിനീതമായിട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, അങ്ങ് ചോദിച്ച ചോദ്യം സോണിയാഗാന്ധിയെ കണ്ടതുമായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന് പറയുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാൻ മറ്റൊന്നുമില്ലാത്തത് കൊണ്ട്, ഒരു തരത്തിലുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടും, അദ്ദേഹത്തിന് തന്റെ പാർട്ടി നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്ന സാഹചര്യം വിശദീകരിക്കാൻ കഴിയാത്തത് കൊണ്ടും വാട്സപ്പ് ഫോർവേഡുകളായിട്ട് വരുന്ന അല്ലെങ്കിൽ ഫോട്ടോകൾ എടുത്തുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. വളരെ ദുർബലമായിട്ടുള്ള പ്രതിരോധമാണ്. ഈ രാജ്യത്ത് പിണറായി വിജയന്റെ ഓഫീസിലേക്ക് കടന്നു ചെന്ന് അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുള്ള, പിണറായി വിജയന്റെ പൊതുചടങ്ങുകളിലേക്ക് പങ്കെടുത്ത് അദ്ദേഹത്തിനോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുള്ള ക്രിമിനലുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇന്റർപോളിന്റെ സംഘത്തെ മുഴുവൻ വിടേണ്ടി വരും ആ ക്രിമിനലുകളെ പൊക്കാൻ വേണ്ടിയിട്ട്. അത്രത്തോളം ക്രിമിനലുകളുടെ സംസ്ഥാന സമ്മേളനമായിരിക്കും പിണറായി വിജയന്റെ കൂടെ ഉണ്ടായിട്ടുണ്ടാവുക. അത്രയും കൂടുതൽ ഫോട്ടോകൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുണ്ട്. പിണറായി വിജയന്റെ കുടുംബത്തിൽ നടത്തുന്ന സ്വകാര്യ ചടങ്ങിൽ സുപ്രീം കോടതി ശിക്ഷിച്ചിട്ടുള്ള കൊലയാളി പരോളിലിറങ്ങി പങ്കെടുത്തുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയുടെ വസതിക്കുള്ളിൽ നടന്നിട്ടുള്ള സ്വകാര്യ ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി ക്ഷണിച്ച് സുപ്രീം കോടതി ശിക്ഷിച്ച കൊലയാളി വന്ന് പങ്കെടുത്തു പോയിട്ടുണ്ട്. ഇതൊക്കെ മറച്ചു വെക്കാൻ സാധിക്കുമോ? അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ഫോട്ടോയുടെ പേര്, ശരി, ഇനിയിപ്പോ അങ്ങനെ മുഖ്യമന്ത്രിക്ക് സോണിയാഗാന്ധി ഇത് ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തമുണ്ട് എന്നൊരു ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അരമുറി പോലീസുകാരെ അങ്ങോട്ട് വിട്, ഡൽഹിയിലേക്ക് വിട്. എന്നിട്ട് സോണിയാഗാന്ധി എന്ന് ചോദ്യം ചെയ്ത് അവിടെ മുഴുമുറി പോലീസുകാരെ മോദി വിട്ടല്ലോ, ED വിട്ടല്ലോ. നാഷണൽ ഹെറാൾഡ് കേസിൽ എന്താ കോടതി എടുത്ത് തോട്ടിലേക്ക് എറിഞ്ഞില്ലേ കേസ്? അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ, ചങ്കൂറ്റമുണ്ടെങ്കിൽ സോണിയാഗാന്ധി ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പിണറായി വിജയൻ സ്വന്തം അരമുറി പോലീസിനെ അങ്ങോട്ട് വിടട്ടെ. എന്താണ് സംഭവിക്കാൻ നമുക്ക് കാണാം. ഇപ്പൊ കേരളത്തിൽ മാത്രം ചർച്ച ചെയ്യുന്ന പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ സ്വർണ്ണക്കൊള്ള അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ ഇത് കാരണമാവും എന്ന് മാത്രമേ പറയാനുള്ളൂ. അഖിലേന്ത്യാ നേതൃത്വത്തിന് എന്തായാലും ഇത്തരം ഒരു ആക്ഷേപം ഞാൻ കരുതുന്നില്ല. ഇപ്പോ ഈ കാര്യത്തിൽ എന്തെങ്കിലും മനസ്സറിവുള്ളതായി പിണറായി വിജയൻ ആരോപിച്ച് കണ്ടില്ല. പക്ഷേ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എങ്ങനെ ഇയാൾ എത്തി എന്നുള്ളത് ചോദ്യമാണല്ലോ. ഇപ്പോൾ ഒരു പോറ്റി മാത്രമല്ല, ഇയാൾ ശബരിമലയിൽ നിന്ന് ഇളക്കിക്കൊണ്ടുപോയ സ്വർണം വിറ്റിട്ടുള്ള, ഇതിന്റെ തൊണ്ടി പിടിച്ചിട്ടുള്ള ഗോവർദ്ധനം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സോണിയാഗാന്ധിയെ കാണുന്നു, സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു കെട്ടിക്കൊടുക്കുന്നു, ഒരു സാധനം കെട്ടിക്കൊടുക്കുന്നു, ഉപഹാരങ്ങൾ കൊടുക്കുന്നു. സോണിയാഗാന്ധി Z+ കാറ്റഗറി സുരക്ഷയിലുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യത്തെ VVIP ആണ്. വെറുതെ ആർക്കും പോയി അവരെ കാണാൻ കഴിയില്ല.
കേരളത്തിൽ നിന്നുള്ള 2 പാർലമെന്റ് അംഗങ്ങൾ ഈ പറഞ്ഞ തട്ടിപ്പുകാരോടൊപ്പം ഉണ്ട്. ശരി, സോണിയാഗാന്ധിയെ കണ്ടാൽ അവർക്കെന്ത് പങ്കാളിത്തമെന്ന് ചോദിക്കാം. ഇവരെങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി എന്നുള്ളത് ചോദ്യമാണല്ലോ. അത് വിശദീകരിക്കേണ്ടത് അടൂർ പ്രകാശും അതുപോലെ തന്നെ ആന്റണിയും കൂടിയല്ലേ. അത് വിശദീകരിച്ചിട്ടുണ്ടോ? പോറ്റിയെ കയറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത് ആരെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്? SITക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ SIT അന്വേഷിക്കട്ടെന്നേ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ, ഇപ്പോൾ സോണിയാഗാന്ധിക്ക് Z+ കാറ്റഗറി സുരക്ഷയാണെന്ന് പറഞ്ഞു, സമ്മതിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സുരക്ഷ എന്താ? Z+ അല്ലേ? ആ Z+ കാറ്റഗറിയുള്ള മുഖ്യമന്ത്രിയുടെ സംസ്ഥാനത്തെ ദേവസ്വം വകുപ്പ് സ്വാഭാവികമായിട്ടും അതിന്റെ ഭരണനിർവഹണത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ തലവന്, ആ തലവൻ ഈ സ്വർണ്ണക്കേസിലെ പ്രതിയുടെ, ഈ സ്വർണ്ണ തട്ടിപ്പ് കേസിലെ പ്രതിയുടെ നിന്ന് താക്കോൽ ഏറ്റുവാങ്ങിയല്ലോ Z+ കാറ്റഗറിയുള്ള ഈ സ്വർണ്ണ തട്ടിപ്പ് നടന്ന കാലഘട്ടത്തിൽ. അപ്പൊ അതല്ലേ കൂടുതൽ ഗൗരവതരമായിട്ടുള്ളത്? അത് വിശദീകരിക്കേണ്ട മുഖ്യമന്ത്രി അത് പറയാതെ എന്തിനാണ് സോണിയാഗാന്ധിയോടൊപ്പം ഫോട്ടോ ഉണ്ടെന്ന് പറയുന്നത്? നോക്ക്, ഇത്തരം ഫ്രോഡുകളുടെ, ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരുടെ മോഡസ് ഓപ്പറാണ്ടിയാണ് പ്രധാനപ്പെട്ട ആളുകളെ പല വിധത്തിൽ പോയി കണ്ട്, അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയി കണ്ട്, എന്തെങ്കിലും പൂജ ചെയ്തിട്ടുള്ള ദ്രവ്യമാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് ഫോട്ടോ എടുക്കുക. അത് അവർ പ്രചരിപ്പിക്കും, അത് അവരുടെ മറ്റു താല്പര്യങ്ങൾ കൊണ്ട് പ്രചരിപ്പിക്കും. അഭിലാഷ്, ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം പറയാം. ഈ കേരളത്തിൽ ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ നടൻ ശ്രീനിവാസന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു തട്ടിപ്പുകാരന്റെ പേരുണ്ട്. ഒരു ഘട്ടത്തിൽ വളരെ ആകസ്മികമായിട്ട് ഈ തട്ടിപ്പുകാരനൊപ്പം ഒരു ഫോട്ടോ എടുക്കേണ്ടി വന്നിട്ടുള്ള അധഭാഗ്യനാണ് ഞാൻ. വളരെയധികം ഞാൻ ഭയന്നിരുന്നു. സ്വാഭാവികമായിട്ടും നാളെ ഇയാളെ പിടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ എൻ്റെ ഫോട്ടോ കയറി വരുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് ഇയാളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഇയാൾ പിടിക്കപ്പെട്ടതിൻ്റെ പേരിൽ, ഇയാളുടെ പേരിൽ കൂടെ ഫോട്ടോ ഉള്ളതിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വരികയാണെങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയക്കാരും രാജിവെക്കേണ്ടി വരും. ആ അവസ്ഥയാണ്. നിങ്ങൾ കയറി പരിശോധിച്ചാൽ മതി. ഈ രാജ്യത്തെ സൈനികോദ്യോഗസ്ഥർ മുതൽ ജുഡീഷ്യൽ സംവിധാനത്തിലുള്ള ആളുകൾ മുതൽ, പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളിലിരിക്കുന്നവർ മുതൽ, ഗവർണർമാർ മുതൽ, MP-മാർ, മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, ഇവർ മുഴുവൻ ഈ തട്ടിപ്പുകാരൻ്റെ ഒപ്പം ഫോട്ടോയിലുണ്ട്, രാഷ്ട്രീയ നേതാക്കൾ. അപ്പൊ ഇത് ഇവരുടെ ഒരു മോഡസ് ഓപ്പറാണ്ടിയാണ്. സോണിയാഗാന്ധിയെ സ്വാഭാവികമായിട്ട് ഒരു പക്ഷേ അവർ ആ സമയത്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത് കണ്ടിട്ടുണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ശബരിമലയിൽ നിന്ന് വന്നിട്ടുള്ള പ്രീസ്റ്റ് ആണെന്ന് പറഞ്ഞ് ചിലപ്പോൾ പ്രസാദമോ മറ്റോ കൊടുത്തിട്ടുണ്ടാവും. അതിലേതെങ്കിലും തരത്തിൽ SITക്ക് സംശയം ഉണ്ടെങ്കിൽ പോയി അന്വേഷിക്കട്ടെന്നേ. അതിലെന്താ സംശയമുള്ളത്? അതിലെന്തോ തർക്കമുള്ളത്? അതാണല്ലോ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത്. പിണറായി വിജയൻ അരമുറി പോലീസിന് ആർജവമുണ്ടെങ്കിൽ പോയിട്ട് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യട്ടെന്നേ. എന്നിട്ട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെ അപ്പോയിന്റ്മെന്റ് കൊടുത്തു ചോദിക്കട്ടെ. നമ്പർ 10 ചെറുപ്പത്തിലെ സോണിയാഗാന്ധിയുടെ വിസിറ്റേഴ്സ് ഡയറി എടുത്ത് പരിശോധിക്കട്ടെ. എന്നിട്ട് കണ്ടുപിടിക്കട്ടെ എന്തിനാണ് ഇവിടെ ഇരുന്നിട്ട് ഈ പത്രസമ്മേളനത്തിൽ തള്ളുന്നത്. മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തനം എങ്ങനെ ജയിലിൽ കിടക്കുന്നു എന്നാണ് വിശദീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരെങ്ങനെ ജയിലിൽ കിടക്കുന്നു എന്നാണ് വിശദീകരിക്കുന്നത്. സ്വർണം കട്ടവർ സഖാക്കളാണ് എന്നുള്ള കാര്യം ക്ലിയർ അല്ലേ? സഖാക്കളാണ് അയ്യപ്പ എന്ന് എഴുതിയതിൽ എന്താ തെറ്റുള്ളത്? സ്വർണം കട്ടവരാണ് ആരാണെന്ന് തന്നെ ചോദ്യം. സ്വർണം കട്ടത് സഖാക്കളാണ്, ഒരു സംശയവും വേണ്ട. ശരി, ഓക്കെ, അതാണ് കോൺഗ്രസിന്റെ ടേക്ക്. ഞാൻ വരാം.